ശ്രീ KP മോഹനൻ, അങ്ങേക്ക് 6 മിനിറ്റ്. സർ, ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടെ അവതരിപ്പിച്ച നയപ്രഖ്യാപനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു, അനുകൂലിക്കുന്നു. സർ, നിശ്ചയദാർഢ്യവും ജനോപകാരപ്രദവുമായ നയങ്ങളാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സർക്കാർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സർ ഈ നയപ്രഖ്യാപനം. രാജ്യത്ത് പലവിധ വകുപ്പുകൾക്കുമുള്ള റേറ്റിംഗിൽ കേരളത്തിന് 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ഇതിന് ഉദാഹരണങ്ങളാണ് സർ. ഈ വസ്തുതകൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടും പ്രതിപക്ഷവും കേന്ദ്രം ഭരിക്കുന്ന BJPയും BJPയുടെ കേരള ഘടകവും മനസ്സിലാക്കുന്നില്ല സർ. അവർ മച്ചാൻ കളിക്കുകയാണ്. കേന്ദ്ര സർക്കാർ എല്ലാവിധത്തിലും സാമ്പത്തികമായി ഞെരുക്കിയിട്ടും നമ്മുടെ സർക്കാർ പിടിച്ചു നിൽക്കുന്നു എന്നത് വളരെ വലിയ ഒരു സംഭവവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യവും മന്ത്രിസഭയുടെ നിശ്ചയദാർഢ്യവുമാണ്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയിലും ചിറ്റമ്മ നയത്തിലും പ്രതിഷേധിച്ച് ഡൽഹിയിലെ ജന്തർ മന്ദർ റോഡിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഞങ്ങളൊക്കെ തന്നെ പോയി സമരം ചെയ്തപ്പോൾ ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും നേരിട്ടും അല്ലാതെയും പിന്തുണ അറിയിച്ചിട്ടും സംസ്ഥാനത്തെ പ്രതിപക്ഷം അതിൽ പങ്കെടുത്തിട്ടില്ല എന്നത് വളരെ ഖേദത്തോടു കൂടിയാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഓർക്കുന്നത്. സർ, കോവിഡ്, നിപ്പ, വെള്ളപ്പൊക്കം, ഏറ്റവും ഒടുവിലായി വയനാട് ദുരന്തം എന്നീ ദുരന്തങ്ങളിൽ എല്ലാം തന്നെ സംസ്ഥാനത്തെ ജനതയെ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ഒരു സർക്കാരാണ് സർ കേരളത്തിലേത്. ആ ദുരന്തമുഖത്ത് കേരളം സാമ്പത്തിക സഹായങ്ങൾക്കെല്ലാം കൃത്യമായി കൂലി ചോദിച്ച് വാങ്ങിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പട്ടിണി കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ അനുവദിച്ച അരിക്ക് പിന്നീട് കാശ് വാങ്ങിയതും കേന്ദ്രമാണ് സർ. ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ കൈ ചൂണ്ടാനോ ഈ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നത് ഖേദകരമാണ് സർ. ഇതൊന്നുമല്ല തൻ്റെ പ്രശ്നം, തൻ്റേത് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമാണ് എന്ന് അവരുടെ കണ്ണീരൊപ്പലാണ് എന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. എന്തെല്ലാം പദ്ധതികളാണ് പുതുതായി കേരളത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രതിപക്ഷം നടത്തുന്ന പത്രസമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിനെതിരെ ആഞ്ഞടിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തും. പക്ഷേ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കി ജനം ഇതിനെല്ലാം അനുകൂലമാണെന്നും സർക്കാരിനൊപ്പം തന്നെയാണെന്നും അറിയുമ്പോൾ അത്തരമൊരു കാര്യം പറയാതായിട്ട് ഭാവിക്കാതെ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമുക്കിന്ന് കേരളത്തിൽ കാണുന്നത്. കേരളത്തിൽ ഈ അടുത്ത ദിവസം വന്ന ബഹുമാനപ്പെട്ട ഗവർണർ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ വിലയിരുത്തിയിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നു. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് ഇന്നുള്ളത്. ദേശീയപാത വികസനത്തിനും അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് സാർ. 2025 കേരളത്തിൽ 6 വരിപ്പാത യാഥാർത്ഥ്യമാവുകയും എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭൂമി ഏറ്റെടുക്കുന്നതിൽ കാണിച്ച ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വേഗം ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത്. സംസ്ഥാനത്തെ പൊതുമരാമത്ത് റോഡുകളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. കുണ്ടും കുഴിയും ഇല്ലാത്ത റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് സാർ. എവിടെയെങ്കിലും റോഡ് തകർന്നിരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പൊതുജനങ്ങൾ അറിയിക്കുന്ന പക്ഷം അവ അപ്പോൾ തന്നെ നവീകരിക്കുന്ന പദ്ധതിയുമുണ്ട്. കൂടാതെ MLA-മാർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാലും സ്വത്തരമായി ഇടപെട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവ പരിഹരിക്കുന്നതിനുമുണ്ട് എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട് സാർ. ഏറ്റവും ഒടുവിൽ തദ്ദേശ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാർ, നമുക്കറിയാമല്ലോ, നമ്മൾ നാട്ടിൽ പോയാൽ ആദ്യം കേൾക്കുന്നത് ഓരോ മണ്ഡലത്തിലൂടെയും നമ്മുടെ മണ്ഡലത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോരുത്തരും സാർ ഞങ്ങളുടെ റോഡ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനൊന്നും തന്നെ പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 1000 കോടി രൂപയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് ഭരണാനുമതി നൽകിയിരിക്കുകയാണ് സാർ. പ്രാദേശിക ഭരണകൂടങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത്. സാർ, കേരളത്തിലെ സഹകരണ വകുപ്പ് വളരെ മികച്ച പ്രവർത്തനമാണ് നടത്തുന്നത്. സഹകരണ മേഖലയ്ക്കുള്ളിൽ നേരിട്ടുള്ള വ്യാപാരത്തിനായി അങ്ങാടി കേരള ആപ്പ് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ തീരുമാനിച്ചതിന് പുറമെ വനിതാ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയായ വനിതാ ഫെഡറേഷൻ 45 വയസ്സിൽ താഴെ വരുന്ന സെക്കൻഡറി തല യോഗ്യതയുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനും തൊഴിലവസരങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി ഒരു തൊഴിൽ പരിശീലന സംരംഭം ആരംഭിക്കുന്നതാണെന്ന പ്രഖ്യാപനം ബഹുമാനപ്പെട്ട ഗവർണർ തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർ, ദേവസ്വം വകുപ്പും കുറ്റമറ്റ രീതിയിലാണ് പോകുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് സാർ ഈ പ്രാവശ്യത്തെ മണ്ഡല മകരവിളക്ക് കാലത്ത് യാതൊരു മുറുമുറുപ്പും അസ്വസ്ഥതയുമില്ലാതെ ശബരിമലയിൽ തീർത്ഥാടനത്തിൽ പോയവരൊക്കെ തന്നെ തിരിച്ചു വന്നത്. പോലീസ് നടത്തിയ ശബരിമല പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയമാണ് എല്ലാ നിലയിലും. സർ, ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ, സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ
മലകയറിയ ഭക്തന്മാരൊക്കെ തന്നെ വളരെ സുരക്ഷിതമായി അവിടെ എത്തുകയും തിരിച്ചു വരികയും സാധിച്ചു. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ നന്നായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു. സംസ്ഥാനം ഭൂരഹിതരില്ലാത്ത സംസ്ഥാനമായി മാറാൻ പോകുന്നു എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ വസ്തുത. എല്ലാ വിഭാഗം ആളുകൾക്കും പട്ടയം നൽകുന്ന പദ്ധതി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഈ പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കുമ്പോഴും റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ ആത്മാർത്ഥമായ ശ്രമം നടത്തുമ്പോൾ GST നഷ്ടപരിഹാരം നിർത്തലാക്കിയതിലൂടെയും കുറഞ്ഞു വരുന്ന റവന്യൂ കമ്മി ഗ്രാൻറ്റിൻ്റെയും ഫലമായി സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ചില്ലറയൊന്നുമല്ല പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ. കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് ഇന്ന് കാണുന്നത്. അഗ്രോ ബിസിനസ് കമ്പനികൾ, അഗ്രി പാർക്കുകൾ, തരിശുരഹിത ഗ്രാമങ്ങൾ, ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തത, വെറ്റിനറി സേവനങ്ങൾ ഡിജിറ്റലായി സംയോജിപ്പിക്കുന്നതിന് ഈ സമൃദ്ധ പ്ലാറ്റ്ഫോം, മൊബൈൽ വെറ്റിനറി സേവനങ്ങൾ എന്നിവ പ്രശംസനീയമാണ്. ഇന്ത്യ രാജ്യത്തിനാകെ മാതൃകയായ പദ്ധതികളാണ് ആരോഗ്യ മേഖലയെ നടപ്പിലാക്കിയിട്ടുള്ളത്. പരിചരണം, ഡയാലിസിസ് യൂണിറ്റുകൾ, കാത്ത് ലാബുകൾ എന്നിവ പലയിടത്തും ആരംഭിക്കുകയും മറ്റിടങ്ങളിൽ ആരംഭിക്കാനിരിക്കുകയാണെന്നും നാം മനസ്സിലാക്കണം. വിദ്യാഭ്യാസ മേഖല സമഗ്ര പുരോഗതിയിലാണ് സർ. പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് അന്തസ്സായി കുട്ടികളും രക്ഷിതാക്കളും കാണുന്ന കാലഘട്ടത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഒട്ടേറെ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. വനം, വന്യജീവി, ഊർജ്ജമേഖല, ഉന്നത വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈ സർക്കാർ ജനങ്ങളോട് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതാണ് സാർ ഗവർണർ ഇവിടെ സൂചിപ്പിച്ചത്. ഈ ഗവർണറുടെ നയപ്രഖ്യാപനത്തെ ഒന്നുകൂടി അനുകൂലിച്ചുകൊണ്ട് നിർത്തുന്നു.